പാലാ നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ ഇയർപോഡ് മോഷ്ടിച്ചു കൊണ്ടുപോയത് സഹ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടമെന്ന് ആരോപണം. ജോസ് തന്നെയാണ് ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ വെളിപ്പെടുത്തിയത്. ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെയുണ്ടെന്ന് ജോസ് പറയുന്നു. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, എന്തൊക്കെയാണ് അവർ സംഭവിക്കുന്നത്? ശരി, ഷിനോജിലേക്ക് എത്താം. അതിനു മുൻപ് ഒരു പ്രതികരണം കേൾക്കാം. കറക്റ്റായിട്ട് മനസ്സിലായെങ്കിലും നമ്മളൊരാളെ താറടിച്ച് കാണിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതിരുന്നത്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെ പാർട്ടി നേതൃത്വത്തിനോ ഒന്നും ഈ കാര്യം അറിയത്ത് പോണക്കുമില്ല. എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് പോണക്കും ഈ കാര്യം അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് കത്തായിട്ട് എഴുതി കൊടുത്തപ്പോഴാണ് ഇവർ ഓരോരുത്തരും അറിയുന്നത്. അതിനെ വളച്ചൊടിക്കാനായിട്ട് ബിനു പുളിക്കക്കണ്ടം നുണ മാത്രമേ ആ പുള്ളി പറയുള്ളൂ. എന്നോട് വേറെ പലരും എന്നെ പ്രഷർ ചെലുത്തുന്നുണ്ടായിരുന്നു. ജോലിക്കാർ, മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരനെ ഈ സാധനം എടുത്തുകൊണ്ട് പോയത്. അതിന് പാർട്ടിക്ക് ഭയങ്കര വൈരാഗ്യമുണ്ട്. പാർട്ടിക്കാർ നിൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണി വരെ ഇന്ന് വരെ എനിക്കുണ്ടായിരുന്നു. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ജോസിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഒരു ഇയർപോഡ് ഇപ്പോൾ രാഷ്ട്രീയ വിഷയമാവുകയാണല്ലോ. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? പൂജ, പാലാ നഗരസഭയിൽ കഴിഞ്ഞ മണിക്കൂറുകളെ നടന്നു വന്നത് ഏറെ നാടകീയമായ രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഈ കോട്ടയം ജില്ലയിലെ ജനങ്ങളെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഈ ജോസ് ചീരാങ്കുഴി എന്ന് പറയുന്ന ഇടത് കൗൺസിലറുടെ ഇയർപോഡ് ആരാണ് എടുത്തുകൊണ്ട് പോയത്. ഇത് ഒരു കൗൺസിലറാണ് എടുത്തുകൊണ്ട് പോയതെന്ന് ജോസ് തന്നെ പലതവണ വ്യക്തമാക്കിയതാണ്. കാരണം കഴിഞ്ഞ ഒരു കൗൺസിൽ യോഗത്തിനിടയിലായിരുന്നു ഈ ഇയർപോഡ് അവസാനമായി നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ ഈ കൗൺസിൽ യോഗത്തിനിടയിൽ നിന്ന് തൻ്റെ ഇയർപോഡ് ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന ഒരു ചോദ്യമായിരുന്നു പലതവണ നമ്മളൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ അവസാനം തന്റെ പേര് വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. ജോസ് തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഹ കൗൺസിലർ കൂടിയായ ബിനു പുളിക്കക്കണ്ടമാണ് തൻ്റെ ഇയർപോഡ് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്നാണ് ജോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ജോസ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ജോസ് തന്നെ നമുക്കിപ്പം ചേരുകയാണ്. ബിനു പുളിക്കക്കണ്ടമാണ് എന്ന് പറയുന്നതിന് എന്താണ് ഡിജിറ്റൽ തെളിവ് എന്താണുള്ളത്? ഡിജിറ്റൽ തെളിവ് പുള്ളിയുടെ വീടിൻ്റെ അകത്ത് മുറിയിലിരിക്കുന്ന ലൊക്കേഷൻ വരെ എൻ്റെ ഫോണിൽ സേവാണ്. ലൊക്കേഷൻ വരെയുണ്ട്. ഇതാണ് ആ ലൊക്കേഷൻ. 11-ാം തീയതി, ഒക്ടോബർ 11-ാം തീയതി പുള്ളിയുടെ വീട്ടിൽ. പോരാത്തതിന് ഈ സാധനം 4-ാം തീയതി കാണാതെ പോയി. 6-ാം തീയതി പുള്ളി തിരുവനന്തപുരത്തിന് പോകുന്ന ലൊക്കേഷൻ മുഴുവനുണ്ട്. തിരുവനന്തപുരത്തിന് പോകാനായിട്ട് ഇവിടെ പാലാ നഗരസഭയിൽ വിളിച്ചു പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പുള്ളി. ആ ടിക്കറ്റ് ഇവിടെ വിളിച്ചു പറഞ്ഞാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. നിലവിൽ ഇതിപ്പോൾ എവിടെ ഉണ്ടെന്നാണ്? നിലവിൽ ഡിസംബർ 18-ാം തീയതി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് സാധനം ലാസ്റ്റത്തെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കടത്തി മാഞ്ചസ്റ്ററിലാണ് ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വീടടക്കം ഞാൻ കാണിക്കാം. അതിൽ രാഷ്ട്രീയ ആരോപണമെന്നാണ് ബിനു പുളിക്കക്കൊണ്ട് ഉൾപ്പെടെ പറയുന്നത്. അല്ല, രാഷ്ട്രീയ ആരോപണമല്ല. ഈ വീടിൻ്റെ അവിടെയുണ്ട് ഈ സാധനം. ഇപ്പോൾ ഉള്ള ഈ എയർപോർട്ട് ഉള്ള വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എയർപോർട്ട് ഉള്ളതെന്നാണ് ജോസ് പറയുന്നത്. എന്തായാലും ഈ ആപ്പിളിൻ്റെ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ബിനു പുളിക്കക്കണ്ടമാണ് ഇത്തരത്തിൽ തൻ്റെ എയർപോർട്ട് എടുത്തുകൊണ്ട് പോയത് എന്ന് ജോസ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിനിടയിൽ വ്യക്തമാക്കിയത്. എന്തായാലും 3-ാം തീയതി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. പുതിയ ചെയർമാൻ തിരഞ്ഞെടുക്കുന്നു. ആ സമയത്ത് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമോ? ഇല്ല, അതുകൊണ്ട് ബാധകമല്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ, പുള്ളി മനഃപൂർവ്വം. കാരണം ഈ കൗൺസിൽ ഞാൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്താണ് വന്നത്. അത് 16-ാം തീയതി ആയിരുന്നു. അന്നും അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. ഇപ്പോൾ ജോസൂട്ടൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് വന്ന എല്ലാ കൗൺസിലും സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഈ കുറച്ച് സമയം കൊണ്ട് പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്ത കഥകളാണിത്. ഇപ്പോൾ പറയുന്ന തയ്യൽക്കട പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ 2 കൗൺസിലർമാർക്ക് തയ്യൽക്കടയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കഥ, ഈ ലൊക്കേഷനൊക്കെ പുള്ളി കെട്ടിച്ചമച്ചാണ് സ്പഷ്ടമാണ്. കാരണം ഇതുവരെ ഈ ഒരു കൗൺസിലിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ബഹളം ഉണ്ടാക്കുന്ന ഒരു കൗൺസിലാണത്. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പ്രതിപക്ഷ കൗൺസിലേഴ്സിൻ്റെ കൂടെ നിന്ന് എനിക്കെതിരെ വോട്ടിട്ട ആളാണ്. നമ്മൾ CPM പാർലമെൻ്ററി പാർട്ടി ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് പോലും പുള്ളി ആ പ്രതിപക്ഷക്കാരുടെ കൂടി ചതിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കള്ളത്തരമുള്ള ആൾ ചമഞ്ഞുണ്ടാക്കിയ കഥയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി പോലീസിൽ പരാതി നൽകാൻ നീക്കമുണ്ടോ? പോലീസിൽ ഓൾറെഡി പരാതി നൽകിയിരിക്കുന്നതാണ്. ഇനി അങ്ങോട്ട് തെളിവ് ഇതിന് കൊടുക്കാനുള്ള ഇതിൻ്റെ ഡിജിറ്റൽ തെളിവ് ഞാൻ അവർക്ക് കൊടുക്കും. മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പൂജ, എന്തായാലും കുറേ ദിവസങ്ങൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ പാലാ നഗരസഭയിലെ എയർപോർട്ട് ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്നതിന് തെളിവ്, അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു. പാലാ നഗരസഭയിലെ തന്നെ ഇടത് കൗൺസിലർമാരിൽ ഒരാളായ
CPM കൗൺസിലർമാരിൽ ഒരാളായ ബിനു പുളിക്കക്കണ്ടമാണ് ഈ ഇയർപോഡ് എടുത്തുകൊണ്ട് പോയത് എന്നാണ് ഷിനോജ്. ഈ ഇയർപോഡ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ വീട്ടിലുണ്ട്. അതുൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളാണല്ലോ ഇപ്പോൾ കാണിച്ചത്. ഇത് ബിനു പുളിക്കക്കണ്ടത്തിനെയും ഈ കാര്യമൊക്കെ അറിയിച്ചിരുന്നു. ഈ ഡിജിറ്റൽ തെളിവ് ഇങ്ങനെയാണ്, വീട്ടിലുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന് ഈ ഡിജിറ്റൽ തെളിവുകൾ കൈമാറുമെന്നും പറയുന്നു. ഈ ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെ എന്താണ് പറയുന്നത്? രാഷ്ട്രീയ ആയുധമാണ് എന്നുള്ള നിലപാടാണോ? തീർച്ചയായും ആ നിലപാട് തന്നെയാണ് ബിനു പുളിക്കക്കണ്ടം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് നടക്കുന്നത് എന്ന വാദമാണ് ബിനു പുളിക്കക്കണ്ടം ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും ഒക്കെ ഉന്നയിച്ചത്. കാരണം ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അജണ്ടയ്ക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ബിനു പുളിക്കക്കണ്ടമായിരുന്നു. ഒരു കത്തിലൂടെയാണ് കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സന് മുന്നിൽ ഈ കാര്യം അവതരിപ്പിച്ചത്. ഈ വിഷയത്തിൽ പോലീസിന് ഒരു പരാതി നൽകണം, അതിന് കൗൺസിൽ യോഗത്തിൽ എല്ലാവരും അംഗീകരിക്കണമെന്നൊരു കത്ത് നൽകിക്കൊണ്ടാണ് ഈ വിഷയം ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ആദ്യം എത്തുന്നത്. ഈ കത്ത് കൊണ്ടുവരുന്നത് ബിനു പുളിക്കക്കണ്ടമായിരുന്നു. ഒടുവിൽ ജോസ് ഇതിന് മറുപടിയായി പറഞ്ഞത്, ഈ കൗൺസിൽ യോഗത്തിലുള്ള ഭൂരിപക്ഷം അംഗങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇത് എടുത്തുകൊണ്ടുപോയ ആളുടെ പേര് കൗൺസിൽ യോഗത്തിൽ വെച്ച് തന്നെ ഞാൻ പുറത്തു പറയാം എന്ന് ജോസ് ചീരാങ്കുഴി പറയുകയുണ്ടായി. അങ്ങനെയാണ് ഭൂരിപക്ഷം അംഗങ്ങളും ഇതിന് സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഇതിലിപ്പോൾ എടുത്തുകൊണ്ടുപോയത് ബിനു പുളിക്കക്കണ്ടമാണ് എന്ന രീതിയിലുള്ള സത്യം പുറത്തു വന്നത്. എന്തായാലും കുറേ പ്രത്യേകിച്ച് ഈ പാലായിലെ ജനങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത് സാധനം കിട്ടിയോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും സാധനം കിട്ടിയിട്ടില്ലെങ്കിലും സാധനം കിട്ടിയില്ലെങ്കിലും സാധനം കൊണ്ടുപോയ ആളുടെ പേര് കിട്ടിയിട്ടുണ്ട്. പോലീസോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ, ആ നടപടി സ്വീകരിക്കട്ടെ. തീർച്ചയായും ഈ ഡീറ്റെയിൽ തെളിവ് എപ്പോൾ പോലീസിന് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് കൊടുക്കില്ല, നാളെ രാവിലെ ഞാൻ കൊടുക്കും. പോലീസ് എപ്പോഴും സൗകര്യം ഉണ്ടെങ്കിൽ എപ്പോഴും കൊടുക്കും. അപ്പം കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് വേറെ ഇനി അവർ ഇത് രാഷ്ട്രീയമാണെന്ന് പറയുന്നതുകൊണ്ട് ബിനു എന്തെങ്കിലും കേസ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് മാനനഷ്ടത്തിനെതിരെ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ, അത്ര ഉറപ്പുണ്ടെങ്കിൽ. പുള്ളി എൻ്റെ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി വെച്ചിട്ട് ഞാനാണോ കുറ്റക്കാരന്? അല്ലല്ലോ. അതിൻ്റെ അകത്ത് രാഷ്ട്രീയവൽക്കരിക്കുന്ന എന്നതിനാ? ഞാനല്ലല്ലോ സാധനം എടുത്തുകൊണ്ട് പോയ ആളുടെ ലൊക്കേഷൻ സഹിതമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അത് തെളിയിക്കേണ്ട ബാക്കിയത്തെ കടമ പോലീസിൻ്റെയാണ്. നഷ്ടം വന്നത് എനിക്കും, പിന്നെ പേരുദോഷം എനിക്ക് വരാൻ പറ്റുമോ? ഇല്ല. എനിക്ക് പറഞ്ഞാൽ പുള്ളി പറയുന്ന മുഴുവൻ നുണയാണ്. അത് പുള്ളിയെക്കുറിച്ച് ഇനി കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പഠിച്ചു നോക്കിയോ, പുള്ളി നേരായിട്ടുള്ള ഒരു കാര്യവും പറയാറില്ല. വാ പൊളിച്ചാൽ നുണ മാത്രമേ പറയുള്ളൂ. ഈ കാര്യവും ഇന്ന് അവിടെ കത്ത് തന്നതും കെട്ടിച്ചമച്ച കഥയാണ്. അതുകൂടാതെ എന്താ ഇവിടെ ഇരിക്കുന്ന അതിന് ഉത്തരവുണ്ട്. കാരണം വരുന്ന 3-ാം തീയതിയാണ് ഇതിൻ്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പ്, പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പേര് നേരത്തെ ഒന്നും പറയാതിരുന്നത്. 3-ാം തീയതിക്ക്, കാരണം ഫെബ്രുവരി 3-ാം തീയതിയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പേര്